ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നും ഈ ബ്യൂട്ടി ടിപ്സും അല്ലെങ്കിൽ എന്താ പറയണ പ്രൊഡക്റ്റ് റിവ്യൂവും ഒക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ അതാ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ വീടിന് മുമ്പേസ്ഥുള്ളൊരു കുഞ്ഞു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി, പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അത്ര വ്യൂ ഒന്നും കിട്ടണില്ല കേട്ടോ. പക്ഷേ കുറച്ചങ്ങ് മാറിയ നല്ല കണ്ടയില്ലേ, നെല്ലൊക്കെ വിതയ്ക്കണ കണ്ടം, ഇവിടെ കണ്ടെന്ന് പറയുക. നിങ്ങളുടെ അവിടെ ബാക്കി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടമൊക്കെ നികത്തി എല്ലാം എന്നാ പറയണ വാഴയും അങ്ങനെയൊക്കെ ആക്കി. പക്ഷേ ഇവിടെ നെല്ലായിരുന്നു എങ്കിൽ നല്ല ഭംഗിയായിരുന്നു അല്ലേ ഈ ഒരു പ്രദേശം. എനിക്കങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. പക്ഷേ നമുക്കൊരു രക്ഷയില്ല, ഇപ്പോഴത്തെ കാലം മാറിയ സമയത്ത് നെൽകൃഷിയൊന്നും ഇല്ലയെന്ന് തന്നെ പറയണം. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു വ്ളോഗിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറഞ്ഞോളൂ. ചീത്തയാണെങ്കിൽ അത് എന്താ കാരണം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഈവനിങ് വ്ളോഗാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചായക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. രാവിലെ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ദോശയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ഇവിടെ നിന്ന് അടയുണ്ടാക്കി രാവിലെ. അപ്പോൾ കുഞ്ഞവന് ഒത്തിരി ഇഷ്ടമാണ് ഈ അട എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ബാക്കിയിരിപ്പുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം വെച്ച കപ്പ പുഴുങ്ങാമെന്ന് വെച്ചു. കപ്പയും മുളകില്ലേ, നമ്മൾ കപ്പ ചെണ്ടം പുഴുങ്ങിയല്ലേ, ചെണ്ടം പുഴുങ്ങിയിട്ട് മുളക് അരച്ച് കിട്ടും, നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാന്താരി മുളകും കപ്പയും കൂടെ അത്ര ഒരു കോമ്പിനേഷൻ വേറെ ഒന്നിനും ഇല്ലയെന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഞാനൊരു ഉച്ചയായപ്പോൾ ഈ കപ്പ ഇങ്ങനെ നുറുക്കി വെള്ളത്തിൽ ഇട്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കപ്പ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശരീരം തളർന്നു പോകണം എനിക്ക് തോന്നും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കട്ടുണ്ടല്ലോ, അത് വല്ലപ്പോഴും കഴിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. എന്നും വൈകുന്നേരം കപ്പ കഴിക്കുന്നവർക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ എന്നും ഒന്നും കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടേച്ച് നമ്മൾ പിന്നീട് ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് കപ്പ വേവിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ആ ഒരു അതിനൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. എല്ലാം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്ന ഐഡിയാസാണ്. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ കപ്പയൊന്നും ഒരുപാട് ഇങ്ങനെ വേവിക്കണം, അങ്ങനെ കപ്പ വേവിക്കുമെങ്കിലും ഒരുപാട് ഇങ്ങനെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ എന്നും വൈകുന്നേരം കപ്പയാണ് സ്ഥിരം കേട്ടോ. പക്ഷേ ഇവിടെ എൻ്റെ വീട്ടിൽ അത്ര ഇല്ലയെന്ന് തന്നെ പറയാം, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നേ പിന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത്. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡാണെന്ന് തന്നെ പറയാം. കാരണം എല്ലാം പറഞ്ഞു തരുകയും എടുക്കുകയും ചെയ്യണം. ഇപ്പോഴും അതെ, എൻ്റെ ബിനുവേട്ടൻ തന്നെയാണ്. അപ്പോൾ കപ്പ പാകത്തിന് നെക്കൊക്കെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടുപ്പേ വെച്ചു. അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ തുണി അലക്കാൻ പോയി. തുണി അലക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അല്ല, ഒരു 10-12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഇച്ചിരി തുണിയെടുത്ത് സോപ്പ് പൊടിക്കകത്ത് കുത്തി വെക്കും. കാരണം നേറ്റിപ്പടി ഇടുന്ന തുണികളാണ് കേട്ടോ. അത് മാത്രം വാഷിംഗ് മെഷീനിൽ അലക്കും. പിന്നെ നല്ല ഡ്രസ്സുകളുണ്ടല്ലോ നമ്മൾ ഈ പുറത്ത് പോകുന്നതൊക്കെ, അതൊക്കെ നമ്മൾ കല്ലിലാണ് കേട്ടോ അലക്കണം. അപ്പോൾ കല്ലിൽ അലക്കാനും കുറച്ചുണ്ടായിരുന്നു, പിന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കാനിട്ടേച്ച് വന്നിട്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കുളിപ്പിച്ച് കയറ്റി വിട്ടു. അതുപോലെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അലക്കും കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു എന്ന് തന്നെ ചുരുക്കത്തിൽ പറയാം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുണി മടക്കാനുണ്ട്. പിന്നെ കുളി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, സ്കിൻ കെയർ എന്ന് തന്നെ പറയാം. സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ടോണർ, ഒരു മോയ്സ്ചറൈസിങ് ക്രീമും അപ്ലൈ ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നുമില്ല. പിന്നെ ഒരു ഫേസ് പാക്ക് അത് കുളിക്കുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്തു. എന്നും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ. കാരണം ഒരുപാടൊന്നും ചെയ്യാനുള്ള സമയം ഇപ്പോൾ കിട്ടാറില്ല. ഞാൻ ഉപയോഗിക്കുന്ന ടോണറും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമും ഏതെന്ന് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലമ്മിൻ്റെ ടോണറും അതുപോലെ തന്നെ അരോമ മാജിക്കിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പൊട്ടുവിടും, കണ്ണെഴുതും, അതെല്ലാവരും ചെയ്യുന്ന അതേ രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ വലിയ എന്താ പറയണേ, മേക്കപ്പ് ഒന്നും ചെയ്ത് നടക്കുന്ന ഒരാളല്ല. വീട്ടിൽ നടക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യാൻ മടിയുള്ള ഒരാളാണ്. മേക്കപ്പ് ചെയ്യാൻ തീരെ മടിയുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാനാണെങ്കിൽ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണ്.
കാരണം നമ്മൾ ഇത്തിരിയെങ്കിലും ഒന്ന് മേക്കപ്പ് ചെയ്താണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ വീട്ടിലേക്ക് നിൽക്കണ അതേ കോലത്തിൽ നിൽക്കണു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റൊക്കെ വരാറുണ്ടായിരുന്നു. നേരത്തെ ഒന്നും ഞാനൊന്നും ചെയ്യാണ്ടായിരുന്നു കേട്ടോ. കാരണം ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിടും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും ചെയ്ത് തുടങ്ങിയത് മേക്കപ്പൊക്കെ. ഇപ്പോഴും മടിയാണ്, മേക്കപ്പ് ചെയ്യാൻ വളരെ മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാനൊക്കെ മടിയുള്ള ആളാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പം അങ്ങ് ചെയ്യും. ചിലപ്പോൾ ഒരുപാട് ഫേസ് ഡള്ളായി എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളങ്ങ് ചെയ്യുമെന്ന് മാത്രം. അപ്പം അതിനിടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് കയറി വന്ന് വർത്താനം പറച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ചെണ്ടൻ പുഴുങ്ങണ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല അല്ലേ. ചെണ്ടൻ പുഴുങ്ങിയ നന്നായിട്ട് തന്നെ വേവണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലാണ്ട് തേങ്ങ അരപ്പ് ചേർത്ത് പുഴുങ്ങിയാലേ അങ്ങനെ പുഴുങ്ങണം. അപ്പോൾ അങ്ങനെ പുഴുങ്ങുകയാണെങ്കിൽ നമുക്ക് മീൻ എന്തായാലും വേണം. ഇവിടെ ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ബിനോട്ടൻ നാളെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ അതൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മീൻ എടുക്കാത്തതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ചെണ്ടൻ പുഴുങ്ങാന്ന്. മീനില്ലാണ്ട് പിന്നെ മറ്റേപ്പാട് പുഴുങ്ങി അത്ര സുഖമില്ലല്ലോ. അപ്പോൾ ചെണ്ടൻ പുഴുങ്ങിയിട്ട് ഒത്തിരി നാളാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പുഴുങ്ങാന്ന് ഓർത്ത് അങ്ങനെയാണ് ഇന്നിപ്പോൾ ചെണ്ടൻ പുഴുങ്ങിയത് കേട്ടോ. അപ്പോൾ കപ്പ വാർക്കാനുള്ളത്, അതായത് വാഷ് ബേസിനകത്തേക്ക് വാർക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഈ വാഷ് ബേസിനകത്ത് വാർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. സാധാരണ ചൂടുവെള്ളം നമ്മളങ്ങ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പ് തുറന്നിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായി. ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എന്താ പറയണേ, അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവുമല്ലോ, അതിനവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയണമെന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് ബോറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇനി നമ്മൾ കപ്പയ്ക്കുള്ള മുളക്, അതുപോലെ ചുമന്നുള്ളി, ഉപ്പ്, ഇത്രയും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അരകല്ലുണ്ടെങ്കിൽ അരകല്ല് വെച്ച് അരയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അരകല്ലില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അരകല്ലില്ലാത്തതുകൊണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അരകല്ല് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ അതെല്ലാം വെച്ച് അരയ്ക്കാറില്ല. അപ്പോൾ ഞാൻ ഇടികല്ല് വെച്ചിട്ടാണ് കേട്ടോ അരയ്ക്കണേ. ഈ ചുമന്നുള്ളി കാണുമ്പോൾ ഞാനൊരു കഥ ഓർക്കും കേട്ടോ. എപ്പോൾ ചുമന്നുള്ളി എടുത്താലും ഞാൻ സംഭവം ഓർക്കാറുണ്ട്. വേറൊന്നുമല്ല, ആരോടും പറയാത്ത ഒരു കാര്യം തന്നെ പറയാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു കഥ. വേറൊന്നുമല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒപ്പിച്ച ഒരു കുഞ്ഞു പണിയാണ്. ബോർഡിങ് പഠിക്കുന്ന സമയത്താട്ടോ, ബോർഡിങ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചുമന്നുള്ളി കൈക്കുഴിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ പനിക്കുമെന്ന് അവിടെയുള്ള പിള്ളേർ പറഞ്ഞു. അപ്പോൾ പനിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് പോകാനും ചാടാനും കൊതിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയുള്ള പണിയൊന്നും ഒപ്പിക്കുക കേട്ടോ. കുറേ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ നമുക്കൊരു എന്താ പറയണം, ധൈര്യം കൂടുതലാണല്ലോ. അങ്ങനെ ധൈര്യം കൂടി ഒപ്പിച്ച പണിയാണ്. അപ്പോൾ ഇങ്ങനെ ആരോ പറഞ്ഞു, അപ്പോൾ എല്ലാവരും കൂടെ ചുമന്നുള്ളിയൊക്കെ ഒപ്പിച്ചു. ചുവന്നുള്ളി എടുത്ത് കൈക്കുഴിക്കകത്ത് വെച്ചു. അപ്പോൾ അന്ന് അവിടുത്തെ ഹോസ്റ്റലിലെ ടീച്ചർ എങ്ങോ പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുക, എന്നെ പനിച്ചില്ല, പക്ഷേ ഇങ്ങനെ പണി ഒപ്പിച്ചത് അത് വേറൊരു പണി ഞങ്ങൾ ചെയ്താൽ കൂടെ. അതാണ്, തലയിൽ നിറയെ എണ്ണ കോരി ഒഴിച്ചിട്ട് വെയിലത്ത് പോയിരുന്നു. ഭ്രാന്തെന്ന് പറയരുത് കേട്ടോ. അന്നത്തെ വീട്ടിൽ പോകാനുള്ള ആ ഒരു കൊതിയും കൊണ്ട് ചെയ്ത് കൂട്ടിയ പണിയാണ്. വെയിലത്ത് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 പേര്, 2-3 കുറച്ച് 5-8 പേര് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്തു. അപ്പോൾ കുറച്ച് പേരെ പനിച്ചു, ചിലവരെ പനിച്ചില്ല. എന്നെ ഒന്നും പനിച്ചില്ല. പനിച്ചവർ വീട്ടിൽ പോകാനുള്ള രക്ഷയാണല്ലോ എന്നോർത്ത് വീട്ടിൽ പോയി. പനിക്കാത്ത ഞങ്ങൾക്കൊക്കെ പണിയും കിട്ടിയെന്നുള്ളതാണ്. ചെയ്ത് രക്ഷപ്പെട്ട് പോയ, എന്താ പറയുക, പനിച്ചവരെ രക്ഷപ്പെട്ടു. അവർ വഴക്കും കേട്ടില്ല, ഒന്നുമില്ല. അവർ മാന്യമായിട്ട് വീട്ടിൽ പോയി. പനിക്കാത്ത ഞങ്ങൾ ടീച്ചർ പൊക്കുകയും ചെയ്തു. അങ്ങനെ ഒരു രസമുള്ള ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു രസകരമായിട്ട് തോന്നും കേട്ടോ. അന്നൊക്കെ ടീച്ചറിൻ്റെ മുമ്പിൽ നിന്ന് പേടിച്ച് വിറച്ച് ഞാൻ ഇപ്പോഴും ഓർക്കണം കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു രസമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു പറയണേ ഓരോരോ നല്ല നല്ല ഓർമ്മകളെന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉള്ളി കാണുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഓർക്കും, ഉള്ളിയുടെ കാര്യം. ഉള്ളി വെച്ചാൽ പനിക്കും എന്നുള്ളത്. പക്ഷേ എന്നെ അങ്ങനെ പനിക്കാറില്ലാത്തൊരു ഇതാണ് കേട്ടോ. എന്നെ അങ്ങനെ പനിക്കുകയില്ല, അതാണ് ഏറ്റവും വലിയ പാട്. അതെന്തായാലും ആവട്ടെ, ഇനി നമ്മളത് വലിച്ചു കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ ഓർത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഥ പറഞ്ഞങ്ങ് പോയില്ലേ, കഥ പോട്ടെ. ഇനിയിപ്പോൾ എന്തായാലും കപ്പ റെഡിയായി. അപ്പോൾ ചായകളായി. അപ്പോൾ അച്ചുക്കുട്ടനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ചുക്കുട്ടനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, അവൻ കുഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ മുളക് പതിയെ തൊട്ടേ കൂട്ടാവുള്ളൂ, ഒത്തിരി കൂട്ടരുത് എരിയും എന്നൊക്കെ പറഞ്ഞ് കപ്പ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ പണി ഒപ്പിക്കും. നേരത്തെ പറഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുമായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവനോട്ടും പറഞ്ഞ് ഇനിയിപ്പം കുറച്ചൊക്കെ മുളകൊക്കെ കൂട്ടിപ്പഠിപ്പിക്കാനൊക്കെ പറഞ്ഞ കാരണം ഞാനിങ്ങനെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പം മൂത്തവൻ ധ്യാനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൻ എല്ലാം കറക്റ്റായിട്ട്, അവന് മുളക് ഇഷ്ടം പോലെ അവൻ കഴിക്കുകയും ചെയ്യും കേട്ടോ.
അവന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുഞ്ഞതിൻ്റെ കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവൻ പണി ഒപ്പിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു. പിന്നെ ഞാനും കപ്പ കഴിച്ചു കേട്ടോ. കപ്പ എൻ്റെ പൊന്നേ മതി, കാന്താരി മുളകും കപ്പയും കൂടെ ഇത്രയും കോമ്പിനേഷൻ വേറെ ഒന്നുമില്ല അല്ലേ. ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ഇടുക്കി ഭാഗത്തേക്കൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും കപ്പ കഴിക്കണം ഈ ഭാഗത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല കറക്റ്റായിട്ട്, ഇനി എന്നെ ആയിട്ട് പൊങ്കാല ഇടരുത്, പറഞ്ഞു എന്നുള്ളൂ. എനിക്കിത് തോന്നിയൊരു കാര്യമാണ്. കാരണം എൻ്റെ എറണാകുളം ജില്ലയാണ്, ഇത് ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കപ്പ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ പോയി പെരയെ കടിച്ച് വരിക. അന്നേരത്തിനും ബിനുവേട്ടൻ വന്ന് പിള്ളേർക്ക് 2 ബിരിയാണിയും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർ ഭക്ഷണം കഴിച്ച് എണീറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ബിരിയാണിയും കൊണ്ട് വന്നത്. അപ്പോൾ ബിരിയാണി കണ്ടു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് കൈയിടാന്നായി. കപ്പ കഴിച്ച് വയറും നിറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകിട്ട് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ അത്. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് അച്ചുവിന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ പോയി കുറച്ച് നേരം. പിന്നെ വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ബിരിയാണി കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗെന്ന് പറയാനായിട്ട്. ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇടയ്ക്കുള്ള പണികളൊക്കെ ജസ്റ്റ് കാണുന്നുണ്ടായിരുന്നല്ലോ. വർത്തമാനം പറഞ്ഞു പോയപ്പോൾ കുറേയൊക്കെ പണികൾ അതിനിടയ്ക്ക് പോയി. അപ്പോൾ കണ്ടാലും പറഞ്ഞില്ല എന്നൊത്ത് കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞൊരു വ്ളോഗാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും പറയുക കേട്ടോ. അപ്പോൾ അതുപോലത്തെ വ്ളോഗ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.